30 വർഷത്തിലേറെ ഒമാനിൽ വിയർപ്പൊഴുക്കിയ പ്രവാസിയാണിത്. പേര് മനോജ് പുഷ്പാങ്കദൻ. തിരുവനന്തപുരം പാങ്ങോടാണ് സ്വദേശം. കെട്ടിട നിർമ്മാണം കരാറെടുത്ത് നടത്തിയിരുന്ന മനോജ് കുറച്ചു വർഷം മുമ്പ് ഒരു സാമ്പത്തിക തട്ടിപ്പിനിരയായി. സമ്പാദ്യമെല്ലാം പോയി. വർഷങ്ങളോളം നാട്ടിൽ പോകാതെ പണിയെടുത്ത് നഷ്ടങ്ങളിൽ നിന്ന് കരകയറവെയാണ് രോഗം വില്ലനായത്. കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്ത് മനോജ് കുഴഞ്ഞു വീണു. ന്യൂമോണിയ ബാധിച്ച് ശ്വാസകോശവും പ്രമേഹം മൂലം വൃക്കകളും തകരാറിലാണ്. ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. Which was diagnosed as pneumonia, and that pneumonia has worsened on to what we call as acute respiratory distress. ചികിത്സ തുടരാൻ പോയിട്ട് ആശുപത്രിയിൽ ഇപ്പോഴായ 1000 റിയാൽ ഫീസ് അടയ്ക്കാൻ പോലും പണമില്ല. മനോജിനെ ആശുപത്രിയിൽ എത്തിച്ച തുച്ഛ വരുമാനക്കാരായ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നിസ്സഹായ അവസ്ഥയിലാണ്. 1-2 ദിവസം നമ്മൾ കയ്യിലുള്ളത് പലവരായിട്ട് അവിടെ വഹിക്കേണ്ട ചിലവുകളൊക്കെ വഹിക്കുകയൊക്കെ ചെയ്തു. പിന്നെ തുടർന്നുള്ള സാമ്പത്തികമായുള്ള ഇടപെടലിൽ നമുക്ക് വഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഫ്രീ വിസക്കാരനായതിനാൽ സ്പോൺസർ തിരിഞ്ഞു നോക്കില്ല. എംബസിയുടെ സഹായം തേടിയെങ്കിലും കാര്യമായ പ്രതികരണമുണ്ടായില്ല. അറ്റ്ലസ് ആശുപത്രി ജീവനക്കാരുടെ കരുണയിലാണ് ഇപ്പോഴത്തെ ചികിത്സ പോലും. മനോജിന് നാട്ടിലെത്താൻ ചികിത്സ തുടരാൻ ഒരു കൈത്താങ് വേണം നമ്മൾ ഓരോരുത്തരുടെയും. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കറ്റ്.